സി യു അറ്റ് വർക്ക് ടുമോറോ ഡ്രാമയുടെ ഫൈനൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫൈനൽ എപ്പിസോഡ് ആരംഭിക്കുന്നത് സിവു തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനങ്ങളിലൊന്ന് ജി യൂണിനോട് തുറന്നു പറയുന്നതോടെയാണ്. സെയിം കമ്പനിയിലെ ജോലി രാജിവെക്കാനാണ് തന്റെ തീരുമാനമെന്ന് അവൻ പറയുന്നു. ഓഫീസിലെ രാഷ്ട്രീയവും അധികാര കളികളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ ഇനി തനിക്ക് തുടരാൻ താല്പര്യമില്ലെന്നും കുറച്ചു സമയം വിശ്രമിച്ച് തനിക്ക് യഥാർത്ഥത്തിൽ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ജോലി കണ്ടെത്താനാണ് ആഗ്രഹമെന്നും അവൻ തുറന്നു പറയുന്നു. ഇത് കേട്ട ജിയൂൺ ആശയക്കുഴപ്പത്തിലാകുന്നു. കാമുകി എന്ന നിലയിൽ അവളുടെ മനസ്സ് സിവുവിനെ പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും സഹപ്രവർത്തക എന്ന നിലയിൽ അവൻ കമ്പനിയിൽ തുടരണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ സിവുവിന്റെ അച്ഛനായ യങ് മോക്കിനോടും സംസാരിക്കുന്നു. സിവു ഒരിക്കൽ ഒരു തീരുമാനമെടുത്താൽ അതിനു മുൻപ് എല്ലാം ആലോചിച്ചിരിക്കുമെന്നും എന്ത് ചെയ്താലും തന്റെ മുഴുവൻ ആത്മാർത്ഥതയും നൽകുന്ന ആളാണവൻ എന്നും യങ് മോക്ക് പറയുന്നു. വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ജിയൂൺ സിവുവിനോട് താൻ അവന്റെ തീരുമാനത്തെ പിന്തുണയ്ക്കുമെന്നും ഇനി എന്ത് ചെയ്യണമെന്നത് കണ്ടെത്താൻ ഒപ്പമുണ്ടാകുമെന്നും പറയുന്നു. എന്നാൽ ഓഫീസിൽ ഇത് എളുപ്പത്തിൽ അംഗീകരിക്കില്ലെന്നും അവൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അത് സത്യമായി മാറുന്നു. സിവു തന്റെ രാജിക്കാര്യം പ്രസിഡന്റ് ഹാനെ അറിയിച്ചപ്പോൾ അവർ കടുത്ത ഞെട്ടലിലാകുന്നു. എന്ത് വില കൊടുത്തും സിവുവിനെ കമ്പനിയിൽ തന്നെ നിർത്തണമെന്നത് അവർ തീരുമാനിക്കുന്നു. അതിനായി HR ടീം ലീഡിനെയും സിവുവിന്റെ മേലാധികാരിയായ നോ ജിൻ ചൂളിനെയും വിളിച്ച് സിവു രാജിവെക്കുകയാണെങ്കിൽ നോ ജിൻ ചൂളിന്റെ സ്ഥാനവും സുരക്ഷിതമാകില്ലെന്ന് വരെ പരോക്ഷമായി ഭീഷണിപ്പെടുത്തുന്നു. തന്റെ സ്ഥാനം സംരക്ഷിക്കാൻ നോ ജിൻചുൾ ആദ്യം ചെയ്യുന്നത് മാനേജർ കോയെ ജോലിയിൽ നിന്ന് പുറത്താക്കുകയാണ്. മാനേജർ കോ ഓഫീസ് വിടുമ്പോഴും സിവുവിനെ അപമാനിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ സിവു വളരെ ശാന്തമായി നമുക്ക് രണ്ടുപേർക്കും നല്ല മേലാധികാരികളെ കിട്ടിയിരുന്നെങ്കിൽ കാര്യങ്ങൾ വേറെ പോലെ ആയേനെ എന്ന് പറഞ്ഞ് മറുപടി നൽകുന്നു. ഇതിനിടെ വീട്ടിൽ ഹ്യേക്യും ജിയൂണിന് സിവു നല്ല വരനായിരിക്കുമോ എന്ന് സംശയിക്കുകയാണ്. യങ് മോക്ക് സത്യം പറയാതെ ഒഴിഞ്ഞു മാറുമ്പോൾ കാര്യങ്ങൾ നേരിട്ട് അന്വേഷിക്കാൻ ഹ്യേക്യും തീരുമാനിക്കുന്നു. സെയിം ഓഫീസിൽ സിവു ഫ്യൂച്ചർ ഹൗസ് ഹോൾഡ് അപ്ലയൻസസ് ടാസ്ക് ഫോഴ്സ് പിരിച്ചുവിടുകയാണെന്ന് ടീമിനെ അറിയിക്കുന്നു. ഇത് കേട്ട് കീത്തേയും നാരിയും വളരെ നിരാശരാകുന്നു. അതിനുശേഷം ജിയൂണിനെ അമ്മ വിളിച്ച് വീണ്ടും ഒരു ബ്ലൈൻഡ് ഡേറ്റിന് പോകാൻ നിർബന്ധിക്കുന്നു. ആ വിവാഹ ആലോചന നിരസിക്കാനാണ് ജിയൂൺ എത്തുന്നത്. എന്നാൽ അവിടെ അവളെ കാത്തിരിക്കുന്നത് സിവുവാണ്. ഇരുവരും വ്യത്യസ്ത ആളുകളെയാണ് കാണാൻ വരുന്നതെന്ന് കരുതിയെങ്കിലും ഈ അബദ്ധം ഇരുവരെയും ഒരേ മേശയിൽ എത്തിക്കുന്നു. ഇനി ഹ്യേക്യുങ്ങിനോട് അവരുടെ പ്രണയബന്ധം തുറന്നു പറയേണ്ട സമയമായെന്ന് അവർ തീരുമാനിക്കുകയാണ്. എന്നാലും ഞാൻ ആലോചിക്കുന്നത് ജിയൂണിനെ ബ്ലൈൻഡ് ഡേറ്റിന് നിർബന്ധിച്ചു വിട്ടത് അമ്മയാണെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ അവിടെ സിവു എങ്ങനെ വന്നു എന്നതാണ് എന്റെ സംശയം. മറ്റൊരു വശത്ത് നോവ ഇപ്പോഴും ലീവ് വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. അവൾ അവനെ കണ്ടുമുട്ടി വീണ്ടും ആലോചിക്കാൻ ആവശ്യപ്പെടുന്നു. കുട്ടിക്കാലത്ത് പല സ്ഥലങ്ങളിലും താമസം മാറേണ്ടി വന്നിരുന്നുവെന്നും ഇപ്പോൾ ആദ്യമായി തനിക്ക് വീട് എന്ന് തോന്നുന്ന സ്ഥലം കണ്ടെത്തിയതിനാൽ വീണ്ടും ദൂരബന്ധത്തിലേക്ക് പോകാൻ കഴിയില്ലെന്നും ലീ പറയുന്നു. നോവ പോയതിനു ശേഷം ലീയുടെ സുഹൃത്ത് ബന്ധം അവസാനിപ്പിക്കുന്ന കാര്യം ഇത്ര വേഗം തീരുമാനിക്കരുതെന്ന് അവനെ ഉപദേശിക്കുന്നു. പിന്നീട് ജിയൂൺ അമ്മയെ ഉച്ചഭക്ഷണത്തിന് കൂട്ടിക്കൊണ്ടുപോയി സിവുവുമായുള്ള തന്റെ പ്രണയത്തെക്കുറിച്ച് തുറന്നു പറയുന്നു. പക്ഷെ സിവു വിവാഹമോചിതനാണെന്ന് അറിഞ്ഞതോടെ ഹ്യേക്യും ആ ബന്ധത്തെ ശക്തമായി എതിർക്കുകയാണ്. വിഷമിച്ച ജിയൂണിനെ രാത്രി സിവു ആശ്വസിപ്പിക്കുന്നുണ്ട്. എല്ലാം പതിയെ ശരിയാകുമെന്നും ഓരോ ഘട്ടമായാണ് മുന്നോട്ടു പോകേണ്ടതെന്നും അവൻ പറയുന്നു. ഓഫീസിൽ കീത്തെ സിവു എവിടേക്ക് പോയാലും താനും ഒപ്പം ചേരാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുന്നു. അപ്പോഴാണ് സിവു താൻ ശരിക്കും രാജിവെക്കുകയാണെന്ന് വെളിപ്പെടുത്തുന്നത്. കീത്തയുടെ കഴിവുകൾ ഡെവലപ്മെന്റ് ടീമിന് കൂടുതൽ അനുയോജ്യമാണെന്നും അവിടെ ചേരുന്നതാണ് നല്ലതെന്നും അവൻ ഉപദേശിക്കുന്നു. ജിയും തന്റെ പഴയ പ്രൊഡക്റ്റ് പ്ലാനിംഗ് ടീമിലേക്ക് മടങ്ങുകയും പുതിയ ജീവനക്കാരെ മെന്റർ ചെയ്യാനുള്ള ചുമതല ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ഹ്യേക്യുങ്ങിന്റെ മനസ്സ് നേടാനായി സിവു വിറ്റാമിനുകളും ആരോഗ്യ സപ്ലിമെന്റുകളും അമ്മയ്ക്ക് അയച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനാണ് ഇതെല്ലാം അയക്കുന്നതെന്ന് പിന്നീട് ഹ്യേക്യും ചോദിച്ചപ്പോൾ താൻ സ്നേഹിക്കുന്നവർ ആരോഗ്യമുള്ളവരായി ഇരിക്കണമെന്നതാണ് തന്റെ ആഗ്രഹമെന്ന് സിവു പറയുന്നു. ഇതിനിടെ നോവയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റമുണ്ടാകുന്നു. അവളുടെ പഴയ പ്രണയമായ ഗുവോൺ വീണ്ടും പ്രത്യക്ഷപ്പെട്ട് തന്റെ നിലവിലെ ബന്ധം അവസാനിപ്പിച്ച് നോവയുടെ കൂടെ ജീവിക്കണമെന്ന് പറയുന്നു. നോവ എതിർത്തിട്ടും അവൻ അവളുടെ കൈവിടുന്നില്ല. അപ്പോഴാണ് ലീ എത്തി ഗുവോണിനെ തള്ളി മാറ്റുന്നത്. താൻ സ്നേഹിക്കുന്നത് ലീയെയാണെന്നും വീണ്ടും ശല്യം ചെയ്താൽ പോലീസിൽ പരാതി നൽകുമെന്നും നോവ ഗുവോണിന് മുന്നറിയിപ്പ് നൽകുന്നു. അതിനുശേഷം ലീയും നോവായും വീണ്ടും ഒന്നിക്കുന്നു. ബന്ധം ശരിയായി മുന്നോട്ടു പോകില്ലെന്ന് തോന്നിയാൽ പരസ്പരം മനസ്സിലാക്കി പിരിയാമെന്ന വ്യവസ്ഥയിൽ അവർ വീണ്ടും പ്രണയം തുടരാൻ തീരുമാനിക്കുന്നു. അവർ ആദ്യമായി പ്രണയത്തിലായ ദിവസത്തെ സംഭാഷണത്തിന്റെ മനോഹരമായ പ്രതിഫലനമാണ് ഈ രംഗം.
പിന്നീട് ഹേക്യും യോങ് മുക്കിന്റെ റിപ്പയർ ഷോപ്പിൽ എത്തുമ്പോൾ അവിടെ സീവു ഒരു റൈസ് കുക്കർ നന്നാക്കുകയാണ്. ആരോഗ്യ സപ്ലിമെന്റുകൾ അയച്ചതിന്റെ കാരണം പറഞ്ഞതോടെ ഹേക്യുങ്ങിന്റെ മനസ്സ് മാറി തുടങ്ങുന്നു. അപ്പോഴേക്കും ജിയോണും യങ് മുക്കും അവിടെ എത്തുന്നു. എന്നാൽ സീവു സേയം പോലുള്ള വലിയ കമ്പനി വിട്ട് പോകുകയാണെന്ന് അറിഞ്ഞതോടെ ഹേക്യുങ്ങിന്റെ അഭിപ്രായം വീണ്ടും മാറുകയാണ്. എന്നിരുന്നാലും ജിയോൺ തനിക്ക് സീവുവിനോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് ആത്മാർത്ഥമായി പറഞ്ഞപ്പോൾ ഹേക്യും കുറച്ചുകൂടി മൃദുവാകുന്നു. അവസാനം സീവു തന്റെ തീരുമാനം മാറ്റുന്നില്ല. അടുത്ത ദിവസം തന്റെ അവസാന ജോലി ദിനമാണെന്നും രാജിക്കത്ത് സമർപ്പിച്ച് ശേഷിക്കുന്ന ശമ്പളത്തോടു കൂടിയ അവധി ഉപയോഗിക്കാനാണ് പോകുന്നതെന്നും ജിയോണിനോട് പറയുന്നു. അടുത്ത ദിവസം പ്രസിഡന്റ് ഹാന്റെ മുന്നിൽ സീവു ഔദ്യോഗികമായി രാജിക്കത്ത് സമർപ്പിക്കുന്നു. എന്നാൽ അതിനു മുമ്പ് ഒരു ഫ്ലാഷ് ഡ്രൈവും അവൾക്ക് കൈമാറുന്നു. ഫ്ലാഷ് ബാക്കിലൂടെ ആ ഡ്രൈവ് മുൻ ജീവനക്കാരനായ ജിയോങ് ഹ്യോൻ ഉ നൽകിയതാണെന്ന് വെളിപ്പെടുന്നു. അതിൽ നോ ജിൻചോളും മാനേജർ കോയും കൈക്കൂലി വാങ്ങി ഉൽപ്പന്നങ്ങൾ വിറ്റതിന്റെ തെളിവുകളും കമ്പനിയുടെ വൈസ് പ്രസിഡന്റിന്റെ അഴിമതികളുടെയും തെളിവുകളും ഉണ്ടായിരുന്നു. പ്രസിഡന്റ് ഹാന് ആ തെളിവുകൾ ഉപയോഗിച്ച് കമ്പനിയിലെ അഴിമതി അന്വേഷിക്കാനുള്ള ശക്തമായ അവസരം ലഭിക്കുകയാണ്. എല്ലാ രേഖകളിലും ഒപ്പുവെച്ച് സാധനങ്ങൾ പാക്ക് ചെയ്ത ശേഷം സീവു പുറത്തേക്ക് വരുമ്പോൾ സഹപ്രവർത്തകർ എല്ലാവരും ചേർന്ന് ഷോറൂമിൽ അവനു വേണ്ടി ഒരു സർപ്രൈസ് ഫെയർവെൽ പാർട്ടി ഒരുക്കിയിരിക്കുന്നതാണ് കാണുന്നത്. ഒരു കാലത്ത് എല്ലാവരിൽ നിന്നും അകന്നു നിന്നിരുന്ന 3 നോ മാൻ ഇന്ന് എല്ലാവരുടെയും പ്രിയപ്പെട്ട സഹപ്രവർത്തകനായി മാറിയെന്ന് അവർ ഓർമ്മിപ്പിക്കുന്നു. സീവുവും ഓരോരുത്തർക്കും നന്ദി പറഞ്ഞ് യാത്ര പറയുകയാണ്. തുടർന്ന് സീവു വീട്ടിൽ നിലത്ത് കിടന്ന ജനലിലൂടെ വരുന്ന സൂര്യപ്രകാശം ആസ്വദിക്കുന്ന മനോഹരമായ ഒരു രംഗം കാണാം. അതേസമയം ഓഫീസിൽ ജിയൂൺ പുതിയ ജീവനക്കാരനെ ഒരു റിപ്പോർട്ടിലെ പിഴവിനെ കുറിച്ച് ശാസിക്കുന്നു. സംസാരിക്കുന്നതിനിടെ സീവു പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും അവൾക്ക് ഓർമ്മ വരുന്നു. ഓഫീസിന് ശേഷം ജിയൂൺ ഒരു പൂച്ചെണ്ടുമായി സീവുവിന്റെ വീട്ടിലെത്തുന്നു. സേയം കമ്പനിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തതിന്റെ ആശംസയായാണ് ആ പൂക്കൾ. മറുപടിയായി സീവു അവളെ സ്നേഹത്തോടെ ചുംബിക്കുകയാണ്. ഇതിനിടെ യങ് മോക്കും ഹേക്യുങ്ങും തമ്മിലുള്ള ബന്ധവും മനോഹരമായി പരിഹരിക്കപ്പെടുന്നു. റിപ്പയർ ഷോപ്പിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ജീവിതാവസാനം വരെ അവളുടെ കൂടെ ഇരിക്കണമെന്നതാണ് തന്റെ ആഗ്രഹമെന്നും അവളേക്കാൾ ഒരു ദിവസം മാത്രം കൂടുതൽ ജീവിച്ചാൽ മതിയെന്നും യങ് മോക്ക് പറയുമ്പോൾ ഹേക്യും പൂർണ്ണമായി മനസ്സ് മാറ്റുന്നു. അങ്ങനെ വിവാഹമോചനത്തിന്റെ വക്കിലെത്തിയിരുന്ന അവരുടെ ജീവിതം വീണ്ടും സന്തോഷത്തിലേക്ക് മടങ്ങുകയാണ്. നോവയുടെ സഹോദരി ദാര ഓഫീസിലെ പ്രണയ ജോഡികളെ കുറിച്ച് അഭിമുഖം നടത്തിയ ശേഷം ജോലിയും പ്രണയവും ഒരുപോലെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളെ കുറിച്ച് ഒരു പുതിയ ലേഖനം എഴുതാൻ തീരുമാനിക്കുന്നു. ഇതിലൂടെ ഈ സീരീസിന്റെ പ്രമേയം തന്നെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഭാര്യയോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനാണ് ഇനി തീരുമാനമെന്ന് യങ് മോക്ക് പറയുന്നു. അതിനായി തന്റെ റിപ്പയർ ഷോപ്പ് സീവുവിനെ ഏൽപ്പിക്കുന്നു. പുതിയ ജീവിതം കണ്ടെത്തുന്നതുവരെ അത് നോക്കി നടത്താൻ അവനോട് ആവശ്യപ്പെടുകയാണ്. മറുവശത്ത് നോവ സെനഗലിലേക്ക് പോകാൻ വിമാനത്തിൽ കയറുമ്പോൾ അതേ വിമാനത്തിൽ ലീയും ഉണ്ടെന്ന് കണ്ടപ്പോൾ അവൾ അത്ഭുതപ്പെടുന്നു. അവൾ അവിടെ വരെ അനുഗമിക്കാനാണ് താനും വരുന്നതെന്ന് ലീ പറഞ്ഞതോടെ ഇരുവരും സന്തോഷത്തോടെ യാത്ര തുടരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ജിയൂൺ റിപ്പയർ ഷോപ്പിലെത്തി സീവുവിനൊപ്പം രാത്രി ഭക്ഷണം കഴിക്കുന്നു. ഇരുവരും ദിവസത്തെ വിശേഷങ്ങൾ പങ്കുവെച്ച് പഴയ പോലെ സന്തോഷത്തോടെ സമയം ചെലവഴിക്കുന്നു. അതിനുശേഷം കഥ 6 മാസം മുന്നിലേക്ക് പോവുകയാണ്. സീവു സ്വന്തം സ്വപ്നം പിന്തുടർന്ന് സീ യു ടുമോറോ എന്ന പേരിൽ ഓട്ടോമൊബൈൽ ഓഡിയോ ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ആരംഭിച്ചിരിക്കുകയാണ്. ജിയൂണിനും വലിയ നേട്ടമാണ് ലഭിക്കുന്നത്. അവൾ മാനേജർ സ്ഥാനത്തേക്ക് സ്ഥാനക്കയറ്റം നേടുന്നു. പുതുതായി പുനരാരംഭിച്ച ഫ്യൂച്ചർ ഹൗസ് ഹോൾഡ് അപ്ലയൻസസ് ടാസ്ക് ഫോഴ്സിന്റെ മാനേജറായി അവൾ ചുമതലയേൽക്കുന്നു. കീറ്റയും നാരിയും വീണ്ടും അവളുടെ ടീമിൽ തന്നെ പ്രവർത്തിക്കുകയാണ്. അവസാന രംഗത്തിൽ ജോലി കഴിഞ്ഞ് ജിയൂണും സീവുവും വീണ്ടും ഒരുമിച്ച് നടക്കുകയാണ്. ആദ്യമായി ഒരുമിച്ചിരുന്ന രാത്രിയിൽ പോലെ ജിയൂൺ വീണ്ടും ഇടറി വീഴാൻ പോകുമ്പോൾ സീവു അവളെ പിടിച്ചു നിർത്തുന്നു. പിന്നീട് അവൻ ഒരു മോതിരമെടുത്ത് അവളെ വിവാഹ അഭ്യർത്ഥന നടത്തുന്നു. എന്നാൽ ജിയൂൺ പുഞ്ചിരിച്ചുകൊണ്ട് ഇല്ല എന്ന് പറയുന്നു. ഉടനെ അവളും തന്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന ചെറിയൊരു ബോക്സ് തുറന്ന് സീവുവിനോട് തന്റെ വിവാഹ അഭ്യർത്ഥന നടത്തുന്നു. ഇരുവരും പരസ്പരം മോതിരങ്ങൾ കൈമാറി എപ്പോഴും ജോലി തിരക്കുകൾ കാരണം വിവാഹം എപ്പോൾ നടക്കുമെന്ന് അറിയില്ലെങ്കിലും ഒരുമിച്ച് ജീവിക്കുമെന്ന വാഗ്ദാനം നൽകുകയാണ്. കൈകോർത്ത് തെരുവിലൂടെ നടക്കുന്നതിനിടെ പ്രണയവും ജോലിയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന വിശ്വാസത്തോടെയാണ് അവരുടെ യാത്ര തുടരുന്നത്. അതോടെയാണ് സീ യു അറ്റ് വർക്ക് ടുമോറോ മനോഹരവും ഹൃദയസ്പർശിയുമായ ഒരു സമാപനത്തിലെത്തുന്നത്. ഇതോടെ സീ യു അറ്റ് വർക്ക് ടുമോറോ എന്ന മനോഹരമായ ഡ്രാമ അവസാനിച്ചിരിക്കുന്നു. അതുപോലെ നമ്മുടെ ചാനലിൽ അടിപൊളി ത്രില്ലർ ഡ്രാമയായ ഷോപ്പ് ഫോർ കില്ലേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാരത് കാണാൻ മറക്കരുത് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.